Hi students, good evening. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് 5 ചാപ്റ്ററും ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പാസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ സമയത്ത് നമുക്ക് ആവശ്യമായ തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. കാണുന്നുണ്ടല്ലേ? The displacement time graph of two moving particles making angles 30 degree and 45 degree with the x-axis as shown in the figure. The ratio of their respective velocities. അപ്പോൾ ഇവരുടെ വെലോസിറ്റി നമ്മുടെ റേഷ്യോ ആണ്. ഇതേതാ ഗ്രാഫ് തന്നത്? ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എങ്ങനെ, അതായത് നീറ്റ് 2022 ഈ വർഷത്തെ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വെലോസിറ്റി കാണുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓർ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അപ്പൊ ഈ സ്ലോപ്പ് നമുക്ക് ഇവിടെ ആംഗിളിന്റെ ടേമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്ലോപ്പിനെ ആംഗിളിന്റെ ടേമിലേക്ക് മാറ്റണം. എന്താ സ്ലോപ്പിന്റെ ഇക്വേഷൻ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ വി ക്യാൻ റൈറ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് വെലോസിറ്റീസ്. അപ്പൊ റെസ്പെക്റ്റീവ് വെലോസിറ്റീസ് നമ്മളെ റേഷ്യോ ആണ്. അപ്പൊ ഒന്നാമത് നോക്കിയാൽ ടാൻ 30 ആണ്. രണ്ടാമത് അപ്പൊ v1/v2 ഈസ് ഈക്വൽ ടു, ഒന്നാമത്തിന്റെ എന്താ വരിക? ഫസ്റ്റ് വണ് ടാൻ 30 ബൈ ടാൻ 45. ടാൻ 30 എത്ര വരുന്നത്? ടാൻ 30 ഈസ് ഈക്വൽ ടു സൈൻ 30 ബൈ കോസ് 30. അതായത് 1/√3 ആണ് ടാൻ 30 by tan 45 എത്രയാണ്? 1. So we can say the ratio is 1:√3. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഈസ് ഡി ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എടുത്തു ഫസ്റ്റ് വൺ എടുത്ത് ഇതാണ്. ഇതിന്റെ ഫസ്റ്റ് ഇതിനെ എ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് എടുത്തു. അപ്പൊ റെസ്പെക്റ്റീവ് വെലോസിറ്റീസ് ആയതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ടാൻ 30 എടുത്തു, പിന്നെ ടാൻ 45 എടുത്തു. ഓക്കെ, എക്സ് ആക്സിൽ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഫസ്റ്റ് എ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 1:√3 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം. വായിച്ച് നോക്കിയ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ഫ്രീലി ഫാളിംഗ് ബോഡി ഇൻ ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് സെക്കൻഡ്. അപ്പൊ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഡിസ്റ്റൻസ് ആണ് കവേർഡ് ഇൻ ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ആണെങ്കിൽ Sn ഈസ് ഈക്വൽ ടു പഠിച്ചെന്താ? u പ്ലസ് 2n-1 ഇൻറ്റു a/2 ആണ്. ഇത് ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ u ഈസ് ഈക്വൽ ടു 0 എന്നതല്ലോ. അപ്പൊ ഇതും നീറ്റ് 2020 ചോദിച്ചതാണ്. അപ്പൊ ഫ്രീലി ഫാളിംഗ് ബോഡി ആവുന്ന സമയത്ത് u ഈസ് ഈക്വൽ ടു 0. u 0 ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് Sn ഈസ് ഈക്വൽ ടു 2n-1 ഇൻറ്റു a ന്റെ സ്ഥാനം കൊടുക്കാം g/2. അപ്പൊ ശ്രദ്ധിച്ച് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 1. n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ വരുന്നത്? 2 × 1 - 1, അതായത് 2s1 ആണെങ്കിൽ 2 × 1 - 1 ഇൻറ്റു g/2, ദാറ്റ് ഈസ് ഈക്വൽ ടു g/2. s2 ആണെങ്കിലോ സെക്കൻഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 - 1 ഇൻറ്റു g/2, ദാറ്റ് ഈസ് 2 × 2 4 - 1 3g/2. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ s3 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 5g/2 ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്രയാണ്? 1:3:5:7 ഇങ്ങനെ പോകും. അപ്പൊ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ സക്സസീവ് ഇന്റർവെല്ലിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ ആണ് 1:3:5:7. ഓക്കെ, സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇത് 2020 നീറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Okay, a ball thrown vertically downward with a velocity 20 meters per second from the top of a tower. It hits the ground after some time with a velocity 80. The height of the tower is. അപ്പോൾ ഇവിടെ ബോൾ താഴേക്ക് ത്രോ ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ ത്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം, ത്രോ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ എന്താ ചോദിച്ചത്? ഹൈറ്റ് കാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് കണ്ടു? ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u ഈസ് ഈക്വൽ ടു 20 തന്നിട്ടുണ്ട്. പിന്നെയോ
it hits the ground after some time. അതിനുശേഷം 80 ആണ്, ഇത് താഴെ v equal to 80 ആണ്. പിന്നെയോ ഹൈറ്റ് ഓഫ് ദി ടവർ ഇവിടെ g is equal to 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം v സ്ക്വയർ ഇസ്, അതായത് t ടൈം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്യാം. v എത്രയാ? 80 സ്ക്വയർ ഇസ് ഈക്വൽ ടു u എത്രയാ? 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആക്സലേഷൻ എത്ര? 10 ഇൻറ്റു s തന്ന h ആണ്. ഈ h നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 80 സ്ക്വയർ 6400 മൈനസ് 20 സ്ക്വയർ 400 ഇസ് ഈക്വൽ ടു 20h. അങ്ങനെയാണെങ്കിൽ ഇത് h is equal to 600 minus 400, 6400 minus 400 is 6000 by 20h is 6000 or h is equal to 6000 by that is equal to 300 meter. So the option is correct option is D. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ബോഡി താഴേക്ക് ത്രോ ചെയ്തതാണ്. താഴേക്ക് ത്രോ ചെയ്യുമ്പോൾ യു ഒരിക്കലും 0 അല്ല. അതേസമയം ഇത് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലോ ഫ്രീ ഫാൾ ആണെങ്കിൽ യു ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കേണ്ടത്. ഇപ്പൊ യു നോട്ട് ഈക്വൽ ടു 0, ഹിയർ യു ഇസ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ വളരെ ഈസി ക്വസ്റ്റൻസ് ആണ് ഓരോ വർഷം നീറ്റും ചോദിച്ചിരിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ചെയ്തത് 2020 നീറ്റിലെ ക്വസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്ന് വായിച്ചു നോക്ക്. A person sitting in the floor of a building notices through the window of height 1.5 meter. A ball dropped from the roof of the building crosses the window in 0.1 second. What is the velocity of the ball when it is at the topmost point of the window? അപ്പോൾ വിൻഡോ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആകുന്ന സമയത്ത് ഒരു പേഴ്സൺ എവിടെയാണ് ഇരിക്കുന്നത്? ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ദി ബിൽഡിംഗ് ആണ്. വിൻഡോയുടെ ഹൈറ്റ് 1.5 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ബോൾ ഡ്രോപ്പ്ഡ് ഫ്രം ദി റൂഫ് ഓഫ് ദി ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ റൂഫിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. ക്രോസസ് ദി വിൻഡോ ഇൻ 0.1 സെക്കൻഡ്. 0.1 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിൻഡോ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതായത് 0.1 സെക്കൻഡ് കൊണ്ട് 1.5 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ബോൾ വെൻ ഇറ്റ് ഈസ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദി വിൻഡോ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിൻഡോ ഇവിടെയാണ്. അപ്പം ഇവിടെ ബിൽഡിങ്ങിന്റെ മേലെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തു. ഇതിന്റെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഈ 1.5 മീറ്റർ ക്രോസ് ചെയ്യാൻ എടുത്ത ടൈം 0.1 ആണ്. ഇത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ എത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിങ്ങനെ കൊണ്ട് 0.1 സെക്കൻഡോട് ഇവിടെ ക്രോസ് ചെയ്തു, താഴെത്തി. താഴെത്തിയാൽ നമ്മൾ ചോദിച്ചത് വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ഓഫ് ദി ബോൾ വെൻ ഇറ്റ് ഈസ് അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ദി വിൻഡോ? അപ്പൊ ഈ പോയിന്റിലാവുന്ന സമയത്ത്, അതായത് ഇതാണല്ലോ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, വിൻഡോ ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ഇവിടുത്തെ സമയത്തുള്ള വെലോസിറ്റി എത്രയെന്ന് അറിയേണ്ടത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ 1.5 കവർ ചെയ്യാൻ ആവശ്യമായ ടൈം എത്രയാണ്? 0.1 സെക്കൻഡ് ആണ്. പിന്നെ നമുക്ക് തന്നെ എന്താ? ജി ഇസ് ഈക്വൽ, അതായത് താഴേക്ക് ഡ്രോപ്പ് ചെയ്യായതുകൊണ്ട് ജി ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുന്നത്? ജി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച്, ഇവിടെ നിന്ന് ഇവിടെ വരെ ഈ വിൻഡോയുടെ താഴെ വരെ എത്തുകയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ഞാൻ S1 എന്ന് വിളിച്ചാൽ S1 ഇസ് ഈക്വൽ ടു, ഇത് ഡ്രോപ്പ് ചെയ്യായതുകൊണ്ട് u 0 ആണ്, ഹാഫ് GT സ്ക്വയർ. അത് ടോപ്പ് വരെ ഉള്ളതാണ്. ഇതാണ് S1 എടുക്കുന്നതെങ്കിൽ ഇതിനെടുക്കാൻ ആവശ്യമായ ടൈം T ആണെങ്കിൽ ഹാഫ് GT സ്ക്വയർ എഴുതാം. അതേ സമയത്ത് താഴേക്കാണെങ്കിൽ ഇതിന്റെ താഴെ താന്നാൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്? S1 പ്ലസ് 1.5. അതായത് S1 നിന്ന് താഴേക്കുള്ള ഇവിടെ എത്താൻ ആവശ്യമായത് ഇത് S1 ആണ്, ഇത് എത്രയാണ്? 1.5 ആണ്. അപ്പൊ എത്രയായിട്ട് മാറി? S1 പ്ലസ് 1.5. അത് കവർ ചെയ്യാൻ എത്രയാണ്? ഹാഫ് G ഇൻറ്റു T പ്ലസ് എത്രയാ? 0.1 സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ ആവശ്യമായ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ തന്നിരിക്കുന്നത് S1 സ്ഥാനത്ത് ഹാഫ് GT സ്ക്വയർ കൊടുക്കുന്നു. അപ്പൊ ഹാഫ് GT സ്ക്വയർ പ്ലസ് 1.5 ഇസ് ഈക്വൽ ടു ഹാഫ് G ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ T സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.1 ഇൻറ്റു T പ്ലസ് 0.1 സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഹാഫ് GT സ്ക്വയർ പ്ലസ് 1.5 ഈസ് ഈക്വൽ ടു ഹാഫ് GT സ്ക്വയർ, പിന്നെ G/2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ G എന്താണ്? അപ്പോൾ G ഇൻറ്റു 0.1T, അപ്പോൾ 0.1 GT പ്ലസ് 0.1 സ്ക്വയർ 0.01. ഇവിടെ നോക്കിയാൽ ഹാഫ് GT സ്ക്വയറും ഹാഫ് GT സ്ക്വയറും ക്യാൻസൽ ചെയ്തു. ഇനി T മാത്രം വാരിയബിൾ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ഡയറക്റ്റ് ആയിട്ട് 1.5 ഇവിടെ ഉണ്ട്.
ഇവിടെ വാല്യൂ കൊടുത്താൽ 1.5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത് 0.1 ഇൻറ്റു ജി ജി 10 എന്ന് പറഞ്ഞു. അപ്പോൾ ടി പ്ലസ് 0.01. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ടി ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത് 0.01 ഇൻറ്റു 0.01 ഇൻറ്റു ജി ബൈ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ജി ബൈ 2 ഉണ്ട്. അപ്പോൾ 0.01 ഇൻറ്റു ജി ബൈ 2 0.01 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടി 0.05 ആയി. അങ്ങനെ ടൈം ടി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം 1.5 മൈനസ് 0.05 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.45. അപ്പം ഈ സ്റ്റോൺ ഇവിടെ എത്താൻ, അതായത് ഈ വിൻഡോയുടെ മേലെത്താൻ ആവശ്യമായ ടൈം എത്രയാണ് 1.45 സെക്കൻഡ് ആണ്. അങ്ങനെയാണ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യു 0 ആണ്, എന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക ജി ആണ്. അപ്പോൾ 0 പ്ലസ് ജി ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കാൻ 10 ഇൻറ്റു ടി എത്രയാ 1.45 സെക്കൻഡ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി 1.45 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 14.5 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ സി. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. നീറ്റ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞത്, ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാണ്. ഡ്രോപ്പ് ചെയ്ത് ഈ വിൻഡോയുടെ മേലെ 1.5 മീറ്റർ ആണ് ഇതിന്റെ വിൻഡോയുടെ ഹൈറ്റ്. ആ 1.5 ക്രോസ് ചെയ്യാൻ 0.1 സെക്കൻഡ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിൻഡോയുടെ മേലെത്തുന്ന സമയത്ത് എത്ര വെലോസിറ്റി എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, ആദ്യമായിട്ട് ഈ സ്റ്റോണ് ടോപ്പിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വിൻഡോയുടെ മേലെത്താൻ ആവശ്യമായ ടൈം കണ്ടുപിടിച്ചു. ആ വിൻഡോയുടെ മേലെത്താൻ ആവശ്യമായ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ആ ഡിസ്പ്ലേസ്മെന്റ് S1 എന്ന് വിളിച്ചു. അതെത്രയാണ് ഹാഫ് GT² ആണ്, കാരണം ഇത് ഡ്രോപ്പ് ചെയ്യാണ്. പിന്നെ ഈ വിൻഡോയുടെ താഴെത്താൻ ആവശ്യമായ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ S1നോട് 1.5 കൂട്ടണം. അതിനാവശ്യമായ ടൈം എന്ന് പറഞ്ഞാൽ എത്ര, ഇവിടുത്തെ ആവശ്യമായ ടൈം ടി ആണെങ്കിൽ ഇതിന്റെ 0.1, അപ്പോൾ ടി പ്ലസ് 0.1 ദ ഹോൾ സ്ക്വയർ. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തപ്പോൾ ടൈം കിട്ടി. ടൈം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൈം കിട്ടിയാൽ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം കിട്ടിക്കഴിഞ്ഞാൽ now we can calculate the velocity by using the equation v is equal to u plus at. Okay, ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കി മനസ്സിലാക്കണേ, നല്ല പ്രോബ്ലം ആണ്, നോക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ പോവാം. നീറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നീറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ, a toy car with a charge Q moves on a frictionless horizontal plane surface under the influence of a uniform electric field E. ഈ ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ടോയ് കാർ മൂവ് ചെയ്യുന്നത്. അതിലെ ചാർജ് Q ആണ്. ഡ്യൂ ടു ദ ഫോഴ്സ് QE, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്, QE ആണ്. ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം 0 to 6. വെലോസിറ്റി 0 to 6 വരെ ഇൻക്രീസ് ചെയ്തു 1 സെക്കൻഡ് കൊണ്ട്. 1 സെക്കൻഡ് കൊണ്ട് എത്ര ട്രാവൽ ഇൻക്രീസ് ചെയ്തു, 0 മുതൽ 6 വരെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആക്സലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആക്സലേഷൻ A is equal to V minus U by T എന്നാണ്. അപ്പൊ V എത്രയാണ് 6 മൈനസ് U 0 by T എത്രയാണ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഈസ് ഈക്വൽ ടു 6 കിട്ടി. അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്. ആ ഫീൽഡ് റിവേഴ്സ് ചെയ്ത സമയത്ത് കാർ കണ്ടിന്യൂസ് to move for 2 more seconds under the influence of this field. അപ്പം 1 സെക്കൻഡ് കൊണ്ട് 0 മുതൽ 6 വരെ ഇൻക്രീസ് ചെയ്തു. അപ്പൊ വെലോസിറ്റി 0 to 6 ആയി 1 സെക്കൻഡ് കൊണ്ട്. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്ത സമയത്ത് ഇത് വീണ്ടും റെസ്റ്റിലായിട്ട് മാറി. എത്ര സെക്കൻഡ് കൊണ്ട്, 2 സെക്കൻഡ് കൊണ്ട് ഇത് റെസ്റ്റിലായിട്ട് മാറി. 2 more seconds under the influence of this field. The average velocity and average speed of the toy car between 0 to 3 seconds is 0 മുതൽ 3 സെക്കൻഡിന്റെ ഇടയിലുള്ള ആവറേജ് വെലോസിറ്റിയും കാണണം, അതേപോലെ ആവറേജ് സ്പീഡും കാണണം. അപ്പോൾ ടോട്ടൽ വെലോസിറ്റി എന്താ 0 to 6 ആയി, 6 വീണ്ടും എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പൊ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആക്സലേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആക്സലേഷൻ ഞാൻ A1 എന്നാണ് വിളിച്ചതെങ്കിൽ ഇവിടുത്തെ ആക്സലേഷൻ അതായത് A2 is equal to 0 minus 6 by 2, that is -3 ആണ് കിട്ടുന്നത്. -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് എത്രയാണ്, 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്,
ആവറേജ് വെലോസിറ്റിയും കാണണം, ആവറേജ് സ്പീഡും കാണണം. അപ്പൊ ഇവിടെ 0 മുതൽ 6 വരെ ആ സമയത്ത് ആക്സിലറേഷൻ ആയിരുന്നു, അതായത് ആക്സിലേറ്റ് ചെയ്തു, വെലോസിറ്റി 6 ആയിട്ട് മാറി. അതിനുശേഷം ഡീസിലറേഷൻ ആണ്, ഡീസിലറേറ്റ് എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചത് ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതേപോലെ ഈ ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നോക്കിയേ, 0 മുതൽ 6 ആവുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ut plus half at square ചെയ്താൽ മതി. അപ്പൊ s1 is equal to u0 ആണ്. അപ്പൊ ഹാഫ് a എത്രയാ, 6 into t square എത്ര 1, that is equal to എത്ര വരുന്നത് 3 മീറ്റർ. അപ്പൊ 3 മീറ്റർ ആണ് ഇവിടെ ട്രാവൽ ചെയ്തത്. ഓക്കെ, അപ്പൊ ആദ്യം ആക്സിലറേറ്റ് ചെയ്ത സമയത്ത് 3 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. പിന്നെ അതിനുശേഷം ഇത് ഡീസിലറേറ്റ് ചെയ്തു. ഡീസിലറേറ്റ് ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറി, ഇത് 6 0-ലെത്തി, അതായത് റെസ്റ്റിലായിട്ട് മാറി. ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് s2 എന്ന് വിളിച്ചു. s2 is equal to എത്രയാ, ut plus half at square, ut plus half at square. u എത്രയാണ്, u എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമയത്ത് 6 into എത്രയാ t 2 plus half into a എത്രയാ -3 ആണ് into t എത്രയാ 2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്, ശ്രദ്ധിച്ച് നോക്കാം, 6 into 12 ആണ്, ഇവിടെ t ന്റെ സ്ഥാനത്ത് 2, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 സ്ക്വയർ 4/2 2 -6 വരും. അപ്പോൾ 12 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പൊ ഇവിടെ 6 മീറ്റർ ആണ്. s1 6 ആണ്, s2 6 ആണ്. നമ്മൾ ചോദിച്ചത് എന്താ, നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് we have to calculate the average velocity and average speed. ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡ് ആദ്യം ചോദിച്ചതാണ്. ആവറേജ് മോർ സെക്കൻഡ്, ഫസ്റ്റ് ആവറേജ് വെലോസിറ്റി, പിന്നെ ആവറേജ് സ്പീഡ്. അപ്പൊ ആവറേജ് സ്പീഡ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് ഫസ്റ്റ് എത്രയാ 3 മീറ്റർ, പിന്നെയോ 6 മീറ്റർ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറി, ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 3 + 6. 3 + 6 എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡാണ് കാണാൻ പോകുന്നത്. ആവറേജ് സ്പീഡ് കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് 3 + 6/3 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് 2 ഓപ്ഷൻ ഉണ്ട്, അതായത് ഏതൊക്കെയുണ്ട്, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി ആവറേജ് വെലോസിറ്റി കാണും. ആവറേജ് വെലോസിറ്റി 1 ആണ് 1.5 ആണെന്ന് അറിയേണ്ടത്. അത് എങ്ങനെ കണ്ടുപിടിക്കാം, ശ്രദ്ധിച്ചോളൂ. ഇത് ആദ്യമായിട്ട് ഇലക്ട്രിക് ഫീൽഡിലാണ് മൂവ് ചെയ്ത ഫോഴ്സ് QE ആണ്. അപ്പൊ ആക്സിലറേറ്റ് ചെയ്തു. ഇനി ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ velocity increase 0 to 6 1 second, that is the direction of field is reversed. ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു. ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീസിലറേഷൻ ആണ്. ഡീസിലറേഷൻ ആണെങ്കിൽ ഇതെന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇത് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ സപ്പോസ് ഇവിടെ Q ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ആദ്യം മൂവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആക്സിലറേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. അതും ഇനി ഇവിടെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്, ഇതിലൂടെയാണ് ചാർജ് മൂവ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യും, ഷുവർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിലെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഇനി ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു പറഞ്ഞാൽ പിന്നെ ഇതിന് ഫീൽഡ് എന്തായിട്ട് മാറി, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ഈ ഇങ്ങോട്ടായിരുന്നു, ഫീൽഡ് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്താൽ ഫീൽഡ് ഇങ്ങോട്ടായിട്ട് മാറി. അപ്പോഴും ചാർജിന്റെ മോഷൻ എങ്ങോട്ടാ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക, ചാർജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സ്പീഡിന് ഒരു പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഇതിന്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് എന്തായിട്ട് മാറുന്നു, 0 ആയിട്ട് മാറുന്നു. എന്നിട്ടോ ആദ്യമായിട്ട് ഈ ബോഡി മൂവ് ചെയ്തത് 6 ആയപ്പോൾ 3 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. ഓക്കെ, അതായത് S1 3 മീറ്റർ ആണ്. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 മീറ്ററിലെത്തി, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 മീറ്ററിലെത്തി. ആ 3 മീറ്ററിലെത്തിയ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതങ്ങ് റിവേഴ്സ് ചെയ്തത്. ഇത് റിവേഴ്സ് ചെയ്ത സമയത്ത് 2 സെക്കൻഡ് കൊണ്ട് ഇത് 6, അതായത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 6 മീറ്റർ കൂടി ട്രാവൽ ചെയ്തു. ഇവിടുന്ന് സ്പീഡ് കുറഞ്ഞു എന്തായിട്ട് മാറി, 6 മീറ്റർ ആയിട്ട് മാറി. ഈ 6 മീറ്ററിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു. ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്, ഇങ്ങനെ
ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത സമയത്ത് ഈ 3 6 റിവേഴ്സ് ഡയറക്ഷനിൽ വന്നു. അപ്പോൾ എത്രയായി ഡിസ്പ്ലേസ്മെന്റ് എത്രയായിട്ട് മാറി? ഇവിടെ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിട്ട് മാറി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആദ്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ വരെ 6 ആയിരുന്നു, അത് 3 പോയാൽ എത്ര ബാക്കി ഉണ്ടാവും? 3 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 3 മീറ്റർ ആണ്, ടോട്ടൽ ടൈം 3 സെക്കൻഡ് ആണെങ്കിൽ 3 മീറ്റർ ബൈ 3 സെക്കൻഡ് എന്നാൽ നമുക്ക് കിട്ടും 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ആവറേജ് വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതേ സമയത്ത് ആവറേജ് സ്പീഡ് എത്രയാ? 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ +2 ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. അതിൽ ക്യൂവിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ആ ഫീൽഡിലുള്ള ചാർജിനെ കുറിച്ചും മൂവ് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആവറേജ് വെലോസിറ്റി, 3 മീറ്റർ പെർ സെക്കൻഡ് ആവറേജ് സ്പീഡ്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത നോക്കിയേ, ഒന്ന് വായിച്ചു നോക്ക്. പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണല്ലോ, ഒന്ന് ചെയ്ത് വായിച്ചു നോക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ, പ്രീതി reached the metro station and found that the escalator was not working. അപ്പോൾ പ്രീതി മെട്രോ സ്റ്റേഷനിൽ പോയപ്പോൾ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഷീ വാക്ക്ഡ് അപ്പ് ഓൺ എ സ്റ്റേഷനറി എസ്കലേറ്റർ ടൈം T1 ടൈം എന്ത് ചെയ്തു? ഈ എസ്കലേറ്ററിന് മേലേക്ക് ആ പ്രീതി ഇങ്ങനെ കയറിപ്പോയി. ഓക്കെ, അപ്പൊ മേലെ ഈ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് വിളിച്ചു, ഇതിനാവശ്യമായ ടൈം എത്രയാ? ഫസ്റ്റ് T1 ആണ്. അപ്പോൾ പ്രീതിയുടെ വെലോസിറ്റി ഓഫ് ദി പ്രീതി ഈക്വൽ ടു എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എസ് ബൈ T1. ഓക്കെ, ഓൺ അതർ ഡേയ്സ് if she remains stationary on the moving escalator, മറ്റൊരു ദിവസം എന്ത് ചെയ്തു? പ്രീതി മൂവ് ചെയ്തിട്ടില്ല, എസ്കലേറ്റർ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോഴും ഇതേ ഡിസ്പ്ലേസ്മെന്റ് എസ് തന്നെയാണ്, അതിനാവശ്യമായ ടൈം T2 ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എസ്കലേറ്റർ ഈസ് ഈക്വൽ ടു എസ് ബൈ T2 എന്ന് എഴുതാം. ഇനി ശ്രദ്ധിച്ചേ, then escalator takes her up in the T2 second. Time taken by her to walk up on the moving escalator. ഇനി അവളും മൂവ് ചെയ്യുന്നു, പ്രീതിയും മൂവ് ചെയ്യുന്നു, എസ്കലേറ്റർ മൂവ് ചെയ്യുന്നു. രണ്ടുപേരും മൂവ് ചെയ്താൽ നെറ്റ് വെലോസിറ്റി എത്രയായിട്ട് മാറി? വെലോസിറ്റി ഓഫ് പ്രീതി പ്ലസ് വെലോസിറ്റി ഓഫ് എസ്കലേറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു അതും എത്രയാണ്? എസ് ബൈ ടൈം T ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എല്ലാത്തിലും സെയിം ആണല്ലോ. ഇവർ നടന്നു കയറിയാലും റെസ്റ്റിലാണെങ്കിലും ഇനി മൂവ് ചെയ്യുന്ന സമയത്തുള്ളതാണെങ്കിലും എല്ലാം സെയിം ആണ്. അപ്പോൾ വി പി പ്ലസ് വി സി എസ് ബൈ ടി, ആരാ വി പി? എസ് ബൈ T1 പ്ലസ് എസ് ബൈ T2 ഇസ് ഈക്വൽ ടു എസ് ബൈ ടി എന്ന് കിട്ടി. ഇവിടെ എസ് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1 ബൈ T1 പ്ലസ് 1 ബൈ T2 ഇസ് ഈക്വൽ 1 ബൈ ടി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു T1. അപ്പോൾ 1 ബൈ ടി ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു T1 പ്ലസ് 1 ഇൻറ്റു T2 ബൈ T1 ഇത് 1 ബൈ ടി ആണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ എന്ത് എഴുതാം? T1 T2 ബൈ T1 പ്ലസ് T2. അപ്പോൾ ഇതിന്റെ റെസിപ്പി T1 T2 ബൈ T1 പ്ലസ് T2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത് നീറ്റ് 2017 ചോദിച്ചാണ്. ഇതിന് മുമ്പത്തെ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഇത് 2 വർഷം മുമ്പേയും അന്ന് പ്രീതി അല്ല, പേര് മാത്രം മാറ്റിയിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ട് എസ്കലേറ്റർ റെസ്റ്റിലും പിന്നെ പേഴ്സൺ മൂവ് ചെയ്യും, അതിന്റെ ടൈം T1 ഉം. ഇനി എസ്കലേറ്റർ മോഷനിലും ആ പേഴ്സൺ റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ടൈം T2 ആണെങ്കിൽ ഇനി മൂവിങ് എസ്കലേറ്ററിന് മേലെ കൂടി ആ പേഴ്സൺ മൂവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വെലോസിറ്റി എത്രയായിരിക്കും? ടൈം എത്രയായിരിക്കും? T1 T2 ബൈ T1 പ്ലസ് T2. ഓക്കെ, നെക്സ്റ്റ്, velocity of a particle v is equal to at plus bt square and b are constant, then the distance traveled by it between 1 second and 2 second. അപ്പോൾ ഇത് നീറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചത് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽ ബിറ്റ്വീൻ 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്. 1 സെക്കൻഡിനും 2 സെക്കൻഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ആണത് at plus bt square. അപ്പോൾ v is equal to at plus bt square. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is equal to dx by dt ആണല്ലോ. നമ്മൾ പഠിച്ചത് v is equal to dx by dt ആണ്. ഇവിടെ dt കൊടുത്താൽ x is equal നമുക്ക് എഴുതാം ഇന്റഗ്രൽ v dt എന്ന് എഴുതാം. അതായത് ഇവിടെ ഇന്റഗ്രേഷൻ എന്ന് പറയും, കണ്ടിന്യൂസ് അഡിഷൻ. അതായത് dx is equal to നമുക്ക് കിട്ടുന്ന എന്താ? v dt ആണ്. ഇവിടെ ടോട്ടൽ കാണാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ v dt. അപ്പോൾ ദാറ്റ് ഈസ് x is equal to ഇന്റഗ്രൽ എവിടെ മുതൽ എവിടെ? v dt. v എത്രയാ? at plus bt സ്ക്വയർ ഇൻറ്റു ഡി ടി. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ എ ഇൻ്റഗ്രൽ എ ടി ഡി ടി പ്ലസ്
ഇന്റഗ്രൽ ബി ടി സ്ക്വയർ ഡി ടി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബിനെ പുറത്തെടുക്കാം, എനെയും പുറത്തെടുക്കാം. അപ്പൊ എന്താ ഇവിടെ എ ഇൻറ്റു ഇന്റഗ്രൽ ടി ഡി ടി പ്ലസ് ബി ഇൻറ്റു ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി. ഞാൻ പറയാവുന്ന ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ നേരത്തെ പഠിച്ചതാണ്. എന്താ ഇക്വേഷൻ? ഇന്റഗ്രൽ ടി റൈസ് ടു എൻ ഡി ടി ഇസ് ഈക്വൽ ടു ടി റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. ഈ ഇക്വേഷൻ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി റൈസ് ടു എൻ പ്ലസ് വൺ. എൻ സ്ഥാനത്ത് വൺ ആണുള്ളത്, അപ്പോൾ ടി റൈസ് ടു വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ടു ടി സ്ക്വയർ ബൈ ടു പ്ലസ് എത്രയാണ് ഇവിടെ? ബി ഇൻറ്റു ടി റൈസ് ടു എൻ പ്ലസ് വൺ, ടു പ്ലസ് വൺ ത്രീ, ടി ക്യൂബ് ബൈ ത്രീ. ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? ബിറ്റ്വീൻ 1 സെക്കൻഡ് ആൻഡ് 2 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡും 2 സെക്കൻഡും വാല്യൂ കൊടുത്ത് ആദ്യം 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ടി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ x1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 സ്ക്വയർ ബൈ 2 എ ബൈ 2 പ്ലസ് ബി ഇൻറ്റു 1 ക്യൂബ് ബി ബൈ 3. ഇനി ടി ഇസ് ഈക്വൽ 2 സെക്കൻഡ് ആണെങ്കിലോ x2 ഇസ് ഈക്വൽ ടു പറ എ ഇൻറ്റു 2 സ്ക്വയർ ബൈ 2 പ്ലസ് ബി ഇൻറ്റു 2 ക്യൂബ് ബൈ 3 that is equal to 2 square 4 by 2 to 2a plus 8b by 3. നമുക്ക് കാണേണ്ടത് എന്താ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡിസ്പ്ലേസ്മെന്റ്, എത്ര ഡിസ്പ്ലേസ് ചെയ്തു, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ 2a മൈനസ് എ ബൈ 2, 2a മൈനസ് എ ബൈ 2 ചെയ്ത് എത്ര കിട്ടുക? 2a മൈനസ് എ ബൈ 2 എന്ന് പറഞ്ഞാൽ 3a ബൈ 2a മൈനസ് എ ബൈ 2. അപ്പൊ x2 മൈനസ് x1 ചെയ്യുന്നു, x2 മൈനസ് x1 ചെയ്താൽ x2 മൈനസ് x1 ആണ് ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു x2 എത്ര? 2a മൈനസ് എ ബൈ 2. 2a എ ബൈ 2 പോയാൽ 2 നര പോയ 1.5, അപ്പൊ 3a ബൈ 2 പ്ലസ് 8b ബൈ 3 മൈനസ് b ബൈ 3, അപ്പൊ 7b ബൈ 3. അപ്പൊ 3a ബൈ 2 പ്ലസ് 7b ബൈ 3. അങ്ങനെ ഓപ്ഷൻ നോക്കിയേ, 3a ബൈ 2, 3a ബൈ 2 പ്ലസ് 7. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് 3a ബൈ ഓപ്ഷൻ എ. ഓക്കെ, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 cars P and Q, ഇത് 2016 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. P and Q starts from a point same time in a straight line and their positions are at plus bt square and ft minus t square. At what time do the car have same velocity? അപ്പോൾ ഓരോന്നിനെയും വെലോസിറ്റി കാണണ്ടേ? വെലോസിറ്റി കിട്ടിയാൽ ഏത് സമയത്താണ് എൻ്റെ വെലോസിറ്റി സെയിം ആവാന്ന് വെച്ചത്. വെലോസിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കുക, വെലോസിറ്റി കണ്ടുപിടിക്കുക നമ്മൾ വിളിച്ചത് v is equal to dx by dt എന്നല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് വെലോസിറ്റി ഓഫ് p കാണാം. വെലോസിറ്റി ഓഫ് p is equal to d by dt ഓഫ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? at plus bt square. അപ്പൊ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ d by dt ഓഫ് at square plus d by at plus d by dt of at plus d by dt of bt square. ഇവിടുന്ന് a പുറത്തെടുക്കാം, ഇവിടുന്ന് b യും പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് എഴുതാം a into dt by dt plus b into d by dt of t square. നമ്മൾ പഠിച്ചിട്ടുണ്ട് d by dt of t raised to n. എത്രയാണ് പഠിച്ചത്? d by dt of t raised to n is equal to എന്താ പഠിച്ചത്? n t raised to n minus 1. അപ്പൊ n t raised to n minus 1 എന്ന ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ a into dt by dt 1 ആണ് പ്ലസ് b into n ന്റെ സ്ഥാനത്ത് എത്രയാണ് നോക്കിയേ? n ന്റെ സ്ഥാനത്തുള്ള എത്ര? 2. 2 into t raised to 2 minus 1 ആണ് 2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? vp is equal to a plus 2bt എന്ന് കിട്ടി. ഇതെന്താ? vp ആണ്. ഇനി എന്താ ചോദിച്ചത്? അടുത്ത എന്താ കണ്ടത്? vq ആണ്. vq ഇതേപോലെ vq നമ്മൾ കണ്ടുപിടിക്കുന്നു. vq is equal to എന്താണ്? d by dt of ft minus t square. ഇതേപോലെ കണ്ടുപിടിച്ചാൽ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് f into dt by dt 1 minus t square 2t വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടി?
F minus 2t എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഒന്ന് a plus 2bt യും F minus 2t യും. എന്താ ക്വസ്റ്റ്യൻ? അറ്റ് വാട്ട് ടൈം ഡു ദ കാർ ഹാവ് സെയിം വെലോസിറ്റി? രണ്ടിന്റെയും വെലോസിറ്റി ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. രണ്ടിന്റെ വെലോസിറ്റി ഇക്വേറ്റ് ചെയ്യാന്നാൽ വെലോസിറ്റി എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? വെലോസിറ്റി ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. വെലോസിറ്റി ഇക്വേറ്റ് ചെയ്യാം എങ്ങനെ? Vp is equal to Vq. Vp എത്രയാ? a plus 2bt is equal to F minus 2t. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടീനെ ഒരു ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതേ സൈഡ് എടുക്കുക. -2t ഈ ഭാഗത്തേക്ക് എടുത്താൽ +2t ആവുമല്ലോ. അപ്പൊ 2t plus 2bt. അപ്പൊ ടീനെ പുറത്തെടുത്താൽ 2b plus 2 into t is equal to F minus a. ഇവിടെ നമുക്ക് t is equal to F minus a by 2 into b plus 2 അല്ലെങ്കിൽ 2b into b plus 1. F minus a by 2 into b plus 1. ഓപ്ഷൻ ഉണ്ടോ? F minus a by 2 in 1 plus b. ഓപ്ഷൻ D. D is the correct answer. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കണം ഇതിന്റെ വാല്യൂ എന്താണ്. ആദ്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു, എക്സ് ഡി എക്സ് കണ്ടുപിടിച്ചു. അപ്പൊ അതിന്റെ വെലോസിറ്റി a plus 2bt എന്ന് കിട്ടി. രണ്ടാമത്തത് ക്യൂവിന്റെ വെലോസിറ്റി F minus 2t എന്ന് കിട്ടി. രണ്ടും ഇക്വേറ്റ് ചെയ്തു. രണ്ടും ഇക്വേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എത്ര കിട്ടി? ടൈം t is equal to F minus a by 2 into b plus 1. ഓക്കെ. ഇനി നീറ്റ് 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A particle of unit mass undergoes one-dimensional motion such that velocity varies according to equation v is equal to beta x raised to minus 2n, where beta and n constant. The acceleration of the particle as a function of x is given by. ടൈമിനെ കുറിച്ച് ഒന്നും തന്നിട്ടില്ല. നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv by dt എന്നാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഒരു dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു dx കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, dx കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ dx by dt into dv by dx. എന്താ dx by dt? dx by dt ന്റെ വെലോസിറ്റി ആണ് v. സോ v into dv by dx. ഇതാണ് ആക്സിലറേഷൻ കാണുന്ന ഇക്വേഷൻ. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താ? ഇവിടെ കാണാൻ പറഞ്ഞത് ആക്സിലറേഷൻ. അപ്പൊ v into dv by dx ആണ്. അപ്പൊ v നമുക്ക് കിട്ടിയിട്ടുണ്ട്, dv by dx കാണണം. dv by dx is equal to d by dx of ഇവിടെ ബീറ്റ കോൺസ്റ്റന്റ് പുറത്തെടുത്താൽ x raised to minus 2n. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? ബീറ്റ ഇൻറ്റു x raised to n ആണെങ്കിൽ nx raised to n minus 1. n സ്ഥാനത്ത് 2n into x raised to minus 2n minus 1. That is equal to minus 2n beta into x raised to minus 2n minus 1. ഇതാണ് എന്ത്? dv by dx. ഇതിനെ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് a കിട്ടുക. അപ്പൊ a is equal to v എന്താ? ബീറ്റ x raised to minus 2n into minus 2n beta into x raised to minus 2n minus 1. a raised to m into a raised to n. ഇവിടെ നോക്കിയേ minus 2n beta square into x raised to minus 2n minus 1 minus 2n. അതായത് a raised to m into a raised to n is a raised to m plus n. അപ്പൊ x raised to minus 2n minus 1 minus 2n. That is x raised to minus 4n minus 1. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. minus 2n beta square minus 2n beta square x raised to minus 4n minus 1. Option B is the correct answer. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം എന്താ ചെയ്തതെന്ന്. ഇവിടെ ചെയ്തത് എന്താ? ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. v into dv by dx ആണ് ആക്സിലറേഷൻ. നമുക്ക് v തന്നിട്ടുണ്ട്, ഇനി എന്ത് കണ്ടുപിടിക്കണം? dv by dx കാണണം. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ബീറ്റ ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് x raised to dx by dx of x raised to minus 2n. അപ്പൊ അതിനെ ചെയ്താൽ ഇവിടെ x raised to n ആണെങ്കിൽ nx raised to n minus 1 ആയിരുന്നല്ലോ. അപ്പൊ n സ്ഥാനത്ത് minus 2n ആയതുകൊണ്ട് minus 2n x raised to minus 2n minus 1. ഇവിടെ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് minus 2n ബീറ്റ ഇൻറ്റു x raised to minus 2n ഇവിടെ ഉണ്ട്, ബീറ്റ സ്ക്വയർ ഉണ്ട്, minus 2n minus 1. ഇതാണ് x raised to minus 4n minus 1 ആയത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ബോർഡിലെ കറക്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഡിസ്പ്ലേസ്മെന്റ് x of a particle of mass m moving in one dimension
under the action of a force is released to a time t by t is a root x plus 3. Displacement of the particle when the velocity is 0. Velocity 0 എന്ന സമയത്തുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഇവിടെ നമ്മൾ തന്നെ ടി ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 3 ആണ്. ഈ 3 കൊടുത്താൽ ടി മൈനസ് 3 ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. ഇത് സ്ക്വയർ ചെയ്താലോ എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താ കണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് when the velocity is 0. ആദ്യം വെലോസിറ്റി കാണണം. v is equal to പഠിച്ചത് എന്താ? dx by dt. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യണമല്ലോ. dx by dt എന്താ വരിക? d by dt of t minus 3 the whole square. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d by dt of t raised to n ആണെങ്കിൽ എന്തായിരുന്നു? d by dt of t raised to n ആയിരുന്നുവെങ്കിൽ n t raised to n minus 1 എന്നല്ലേ? അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d by dt of t raised to minus 2 t minus 3 all raised to 2 minus 1 എന്നാണ് 1. അപ്പൊ വെലോസിറ്റി അപ്പൊ നമുക്ക് എത്ര കിട്ടി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2t minus 6. അപ്പൊ എന്താ വെച്ചാൽ വെലോസിറ്റി 0 ആവുക. അപ്പൊ ഇത് 0 ആയാൽ എത്ര ടൈം? 2t minus 6 ഈക്വൽ ടു 0. അപ്പൊ 2t ഈസ് ഈക്വൽ ടു 6, t ഈസ് ഈക്വൽ ടു 3 സെക്കൻഡ്. 3 സെക്കൻഡ് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? 3 സെക്കൻഡ് ആവുന്ന സമയത്താണ് ഇതിന്റെ വെലോസിറ്റി 0 ആവുന്നത്. അപ്പൊ 3 സെക്കൻഡിൽ വെലോസിറ്റി 0 ആവുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെൻ ദ വെലോസിറ്റി ഈസ് 0? അപ്പൊ വെലോസിറ്റി 0 ആവുന്ന 3 സെക്കൻഡ് ആണെങ്കിൽ ആ 3 സെക്കൻഡ് ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടത്. എന്താ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? എക്സ് ഈസ് ഈക്വൽ ടു ടി മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. എക്സ് ഈസ് ഈക്വൽ ടു ടിയുടെ സ്ഥാനത്ത് എപ്പോഴാ വെലോസിറ്റി 0 3 സെക്കൻഡ് ആണ്. അപ്പൊ 3 ടിയുടെ സ്ഥാനത്ത് 3 കൊടുക്കുന്നു. t 3 minus 3 the whole square that is equal to 0. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എത്ര തന്നെയാണ്? 0 ആണ്. എല്ലാ സമയത്തും ഇങ്ങനെ ആയിക്കോളുന്നില്ല. ഈ ഒരു സ്പെഷ്യൽ കേസിൽ മാത്രം, ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് എന്ത് സംഭവിച്ചത്? വെലോസിറ്റി 0 ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, വീണ്ടും 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലുള്ള ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചാൽ തന്നെ ആൻസർ കിട്ടിയല്ലോ. ശരിക്കും നോക്കിയ നേരത്തെ ചെയ്ത പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്ക്. എന്താ നോക്കിയേ? സ്റ്റോൺ ഫാൾസ് ഫ്രീ അണ്ടർ ഗ്രാവിറ്റി, കവേഴ്സ് എ ഡിസ്റ്റൻസ് h1 h2 in the first 5 seconds, next 5 seconds and next 5 seconds. റിലേഷൻ ബിറ്റ്വീൻ h1 h2. അപ്പൊ ഇവിടെ ടൈം ഇന്റർവെൽ എല്ലാം ഈക്വൽ ആണല്ലോ. ആദ്യത്തെ 5 സെക്കൻഡ്, പിന്നെ 5 സെക്കൻഡ്, പിന്നെയും 5 സെക്കൻഡ്. ടൈം ഇന്റർവെൽ എല്ലാം ഈക്വൽ ആണ്. ടൈം ഇന്റർവെൽ ഈക്വൽ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ നമ്മൾ പഠിച്ചത് h1 is to h2 is to h3 is equal to എത്രയാ? 1 is to 3 is to 5. ഇതാണ് നമ്മൾ പഠിച്ച റേഷ്യോ. നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? h1 is to h2, h1 by h2 is equal to 1 by 3 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? h1 by h2 is equal, അപ്പൊ h1 is equal to h by 3 ഇങ്ങനെ എഴുതാം. അതേപോലെ ഇനി h1 ഉം h3 എടുക്കുകയാണെങ്കിലോ h1 by h3 is equal to 1 by 5 or h1 is equal to h3 by 5. ഇങ്ങനെ ഓപ്ഷനിൽ നോക്കിയേ. h1 ഉം h2 by 3 ആണ്. h1 ഉം h2 by 3 ഉം h3 by 5 ഉം. h1 is equal to h2 by 3 h3 by 5. ഓപ്ഷൻ സി. ഇത് നമ്മൾ എവിടെ നിന്ന് കിട്ടിയ? നേരത്തെ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കേസിൽ ഈക്വൽ ഇന്റർവെൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ എത്രയാ? 1:3:5:7 നേരത്തെ എഴുതിയില്ലായിരുന്നു. അതേപോലെ നമ്മൾ എഴുതിയ ഡയറക്റ്റ് ആയിട്ട് എഴുതിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ 2012 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ x is equal to 8 plus 12t square minus t cube. The retardation of the particle when velocity becomes 0. വെലോസിറ്റി 0 ആകുമ്പോൾ അപ്പൊ ആദ്യം വെലോസിറ്റി കാണണം. എന്നിട്ട് ആ വെലോസിറ്റിന്റെ ടൈം 0 ആവുന്ന ടൈം കണ്ടുപിടിക്കണം. v എങ്ങനെ കണ്ടുപിടിക്കുക? v is equal to dx by dt ആണല്ലോ. അപ്പൊ that is equal to t by dt of
8 plus 12t minus t cube. ഇത് നേരത്തെ ചെയ്ത പോലെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d8 by dt plus 12 into dt by dt minus dt cube by dt. ശ്രദ്ധിക്കേണ്ടത് d8 by dt എന്നാൽ 8 ഒരിക്കലും ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യൂല, 0 plus 12 into 1 minus t cube എന്തായിരുന്നു n d by dt of t raised to n is equal to nt raised to n minus 1 അല്ലേ. അതേപോലെ എഴുതിയ ns 3 t raised to 3 minus 1 3t square. അപ്പൊ വെലോസിറ്റി 0 ആവും. വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ 12 minus 3t square is equal to 0. അപ്പൊ എത്ര കിട്ടിയത്? 3t square is equal to 12. t square is equal to 4. t is equal to 2 സെക്കൻഡ്. ഇപ്പൊ 2 സെക്കൻഡ് ആവുന്ന സമയത്താണ് വെലോസിറ്റി 0 ആവുന്നത്. ആ സമയത്തുള്ള റിട്ടാർഡേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ വെലോസിറ്റി കിട്ടിയാൽ ആക്സലറേഷൻ കാണാം a is equal to dv by dt. that is equal to d by dt of v എത്രയാ നോക്ക്? v എത്രയാ? v 12 minus 3t square. the bracket expand ചെയ്താൽ d12 by dt minus 3 into dt square by dt. d12 by dt ആണ് 0 ആണ്, minus 3 into dt square by dt എന്താ? nt raised to n minus 1 2t raised to 2 minus 1 2t. അപ്പോൾ നമുക്ക് minus 6t ആണ്. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? what is the retardation with the velocity is 0? velocity 0 എന്നപ്പോൾ ടൈം 2 ആവുമ്പോഴാണ്. അപ്പോൾ ടൈം 2 ആവുമ്പോൾ a is equal to minus 6 into 2 that is equal to minus 12. ഇത് ആക്സലറേഷൻ ആണ് minus 12. റിട്ടാർഡേഷൻ ആണെങ്കിൽ അതിന് നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടുക? 12 meter per second square. ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A boy standing at the top of a tower 20 meter height drops a stone. Velocity with which it hits the ground. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ഫാൾ ആണല്ലോ. what is the velocity of free fall? ആണ് velocity of free fall v is equal to root of 2gh. velocity of free fall v is root of 2gh ആണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം v is root of 2 into g 10 എടുക്കുന്നു h 20. that is equal എത്ര ആയിട്ടാ? 20 into 20 400 root 20. അപ്പൊ ആൻസർ ഈസ് a. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 2011 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ കവേഴ്സ് ഹാഫ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് v1, റെസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് സ്പീഡ് v2, ആവറേജ് സ്പീഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് s1 ഉം s2 ഉം s ന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ വിളിച്ചത്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2v1 v2 by v1 plus v2 അല്ലായിരുന്നോ? എവിടുന്ന് കിട്ടിയ? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് s1 plus s2 by ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ ടൈം തന്നിട്ടില്ല. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ വെലോസിറ്റി ബൈ ടൈം ഓർ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. അപ്പൊ s1 by v1 plus s2 by v2. ശരിയല്ലേ? ഇവിടെ s1 s2 ഈക്വൽ ആണ്. നമുക്ക് എന്ത് എഴുതാം? 2s by s into 1 by v1 plus 1 by v2. ഇവിടെ s ഉം കട്ട് ചെയ്തു. അപ്പൊ 2 by 1 by v1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ v1 plus v2 by v1 v2. that is equal to 2v1 v2 by v1 plus v2. ഇതൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ എഴുതിയതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2v1 v2 by v1 plus v2. ഏത് ഓപ്ഷൻ നോക്കിയേ? സി ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 2010 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. A ball is dropped from a high rise platform at t is equal to 0 starting from rest. After 6 seconds, another ball is thrown downward from the same platform with a speed v. The two balls meet at t is equal to 18 seconds. What is the value of v? അപ്പൊ ആദ്യത്തെ എന്താ? ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പൊ അത് ഡ്രോപ്പ് ചെയ്താൽ s1 is equal to എത്രയാണ്? ഹാഫ് gt സ്ക്വയർ ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്?
S1 is equal half gt square എന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞത്? 6 സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ ഒരു ബോൾ താഴേക്ക് ത്രോ ചെയ്തു. അതിന്റെ 18 സെക്കൻഡിന് ശേഷമാണ് രണ്ടും മീറ്റ് ചെയ്തത്. അപ്പൊ S1 S2 ഈക്വൽ ആണ് ടൈം 18 സെക്കൻഡ് ആകുമ്പോൾ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിച്ചോ, S2 is equal to ഇതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി u ഇൻറ്റു ടൈം എത്രയാ? t മൈനസ് 6 വരിക. കാരണം 6 സെക്കൻഡിന് ശേഷം ഒന്നാമത് ട്രാവൽ ചെയ്ത് 6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ട്രാവൽ ചെയ്തത്. പ്ലസ് ഹാഫ് ജി ഇൻറ്റു ടി മൈനസ് 6 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? 18 സെക്കൻഡ് ആവുന്ന സമയത്ത് S1 S2 എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ 18 സെക്കൻഡ് ആവുമ്പോൾ എത്ര? ഹാഫ് ജി ടി സ്ക്വയർ. ജിയുടെ സ്ഥാനത്ത് 10 എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 18 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 18ന്റെ സ്ക്വയർ 324 3240 ബൈ 2 1620. ഇവിടെയോ S2 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, S2 എന്ന് പറഞ്ഞാൽ u നമുക്കറിയില്ല, u ഇൻറ്റു ടി മൈനസ് 6. ടി മൈനസ് 6 ആണ്. ടി 18 ആണ്. 18 മൈനസ് 6 12. അപ്പൊ 12 u പ്ലസ് ഹാഫ് ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 5 വരും. ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 12 സ്ക്വയർ. അപ്പൊ എത്ര കിട്ടി? 144 72 720. അപ്പൊ 12 u പ്ലസ് 720. അപ്പൊ ഈ S1 S2 ഈക്വൽ ആണെന്ന് പറഞ്ഞത് S1 ഈസ് ഈക്വൽ ടു S2 ആണെങ്കിൽ നമുക്ക് എഴുതാം 12 u പ്ലസ് 720 ഈക്വൽ ടു എത്രയാ? 1620. 12 u ഈസ് ഈക്വൽ ടു 1620 മൈനസ് 720 എത്ര കിട്ടുക? 900. അപ്പൊ 12 u ഈസ് ഈക്വൽ 900 ആണെങ്കിൽ u ഈസ് ഈക്വൽ ടു 900 ബൈ 12. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു u ഈസ് ഈക്വൽ 900 ബൈ 12 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 900 ബൈ 12 75 കിട്ടും. സോ 75 മീറ്റർ പെർ സെക്കൻഡ്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചു നോക്കണേ. ശ്രദ്ധിച്ചു നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2010 ചോദിച്ചാണ്. എ പാർട്ടിക്കിൾ മൂവ്സ് എ ഡിസ്റ്റൻസ് എക്സ് ടൈം ടി. ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 5 all raised to minus 1. Acceleration of the particle is proportional to. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? ഇതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി v is equal to dx by dt. എക്സിന്റെ സ്ഥാനത്ത് ആരാളുള്ളത്? d by dt of t plus 5 all raised to minus 1. അപ്പൊ ഇത് ടി റേസ്റ്റ് n ആണ്. n ടി റേസ്റ്റ് n മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് 1 ഇൻറ്റു ടി പ്ലസ് 5 ഓൾ റേസ് ടു മൈനസ് 1 മൈനസ് 1 മൈനസ് 2. അതായത് മൈനസ് 1 ബൈ ടി പ്ലസ് 5 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. മൈനസ് 1 ബൈ ടി പ്ലസ് 5 ദ സ്ക്വയർ എഴുതാം. ഇനി ആക്സിലറേഷൻ ആണെങ്കിലോ ഡി വി ബൈ ഡി ടി ആണ്. എന്താ ഡി വി? ഡി ബൈ ഡി ടി ഓഫ് വി എത്രയാ? വി ഇസ് ഈക്വൽ ടു മൈനസ് ടി പ്ലസ് 5 ഓൾ റേസ് ടു മൈനസ് 2. ഇവിടെ മൈനസ് പുറത്തെടുത്താൽ മൈനസ് ഇൻറ്റു ടി പ്ലസ് 5 ഓൾ റേസ് ടു മൈനസ് 2 മൈനസ് 1. That is minus 3. That is equal to minus 1 plus 1 by t plus 5 all cube. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താ? Acceleration of the particle is proportional to. Acceleration is proportional to എങ്ങനെ എഴുതാം? നമുക്ക് നോക്കി, ഒന്നുകിൽ acceleration is proportional to വേണമെങ്കിൽ t plus 5 എന്ന് പറഞ്ഞാൽ എന്താ? t plus 5 all raised to minus 1. അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? Acceleration is proportional to distance cube പറ്റും. ഡിസ്റ്റൻസ് ക്യൂബ് പറ്റും. അതല്ലെങ്കിലോ ഡിസ്റ്റൻസ് ക്യൂബ് ഇടല്ലോ. അതെങ്ങനെ കിട്ടിയത്? ഇവിടെ നോക്കിയേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം. ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് ഇതിനെ എഴുതാൻ ശ്രദ്ധിച്ചോ. ഇതിനെ മൈനസ് ടി പ്ലസ് 5 ഓൾ റേസ് ടു മൈനസ് 3 എന്ന് എഴുതാം. അപ്പൊ അതായത് മൈനസ് ടി പ്ലസ് 5 ഓൾ റേസ് ടു മൈനസ് 3 എന്നാൽ ടി പ്ലസ് 5 ഓൾ റേസ് ടു മൈനസ് 1 എക്സ് ആണ്.
അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് വേണം എഴുതാം എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ക്യൂബ്. ഇങ്ങനെ ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ, ഇല്ല. ഇനി അടുത്ത നോക്കിയേ, വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി എത്രയാ? വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇവിടെ നോക്കിയേ, മൈനസ് ഇൻറ്റു ടി പ്ലസ് വൺ ഹോൾ സ്ക്വയർ, അതായത് ഇതിനെ വേണമെങ്കിൽ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ടേമിൽ എഴുതുകയാണെങ്കിൽ എന്തെഴുതാം? നമുക്ക് എ വി ഈസ് പ്രൊപ്പോർഷൻ എക്സ് സ്ക്വയർ ആണെങ്കിൽ, റിട്ടാർഡേഷൻ നെഗറ്റീവ് ഒഴിവാക്കുകയാണ്, വി ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു വി റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ക്യൂബ്, അതായത് എ ഈസ് പ്രൊപ്പോർഷണൽ ടു വി റൈസ് ടു 1/2 ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഈസ് പ്രൊപ്പോർഷണൽ ടു വി റൈസ് ടു 3/2. അങ്ങനെ ഓപ്ഷനിലോ നോക്കിയേ, എ ഈസ് പ്രൊപ്പോർഷണൽ ടു വി റൈസ് ടു 3/2 ഉണ്ടോ? വെലോസിറ്റി റൈസ് ടു 3/2, അതാ ഓപ്ഷൻ എ. കറക്റ്റ് അല്ലേ? അപ്പൊ ആദ്യമായിട്ട് വെലോസിറ്റി കണ്ടുപിടിച്ചു, പിന്നെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, ജസ്റ്റ് രണ്ടും ഇക്വേറ്റ് ചെയ്തു. നോക്കി മനസ്സിലാക്കിയ. നെക്സ്റ്റ് അത് ശ്രദ്ധിച്ചോളൂ. 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. The distance covered in first 10 seconds is s1 and that covered in the first 20 seconds is s2. Then അപ്പോൾ ശ്രദ്ധിച്ച് ഇവിടെ നോക്ക്, ഫസ്റ്റ് 10 സെക്കൻഡ് കൊണ്ട് എവിടുന്ന സ്റ്റാർട്ട് ചെയ്ത്? റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം s1 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു 0 ആണ്, ഹാഫ് എ ഇൻറ്റു 10 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ 100 ആണ്, 50 എ എന്ന് കിട്ടും. ശരിയല്ലേ? 10 സ്ക്വയർ 100/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 50 എ. അപ്പൊ s1 ഈസ് ഈക്വൽ ടു 50 എ എന്ന് കിട്ടി. ഇനി എന്താ? കവേർഡ് ഇൻ ദ ഫസ്റ്റ് 20 സെക്കൻഡ് s2. അപ്പൊ s2 ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ റെസ്റ്റിലാണ്, ഹാഫ് എ ഇൻറ്റു 20 സ്ക്വയർ. 20 സ്ക്വയർ എത്രയാണോ? a/2 ഇൻറ്റു 20 സ്ക്വയർ 400. 400/2 200 എ. നോക്കിയേ എന്താ റിലേഷന്? s1 50 എ ആണ്, s2 എത്രയാണ്? അപ്പൊ s2/s1 ഈസ് ഈക്വൽ ടു 200 a/50 എ. എയും എയും കട്ട് ചെയ്തു, 20/5 ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? s2 ഈസ് ഈക്വൽ ടു 4s1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇതാണ് 2009 നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി 2009 വീണ്ടും നീറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. രണ്ടാം ദിവസം നോക്കിയേ, എ ബസ് ഈസ് മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. A scooter wishes to overtake the bus in 100 seconds. If the bus is at a distance 1 kilometer from the scooterist, with what speed should the scooterist chase the bus? അപ്പോൾ നോക്കിക്കോളൂ, ബസ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്, 10 m/s വെലോസിറ്റിയിൽ. സ്കൂട്ടറിസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ 100 സെക്കൻഡ് കൊണ്ടാണ് ഓവർടേക്ക് ചെയ്തത്. ബസ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 1 kilometer ഫ്രം ദി സ്കൂട്ടറിസ്റ്റ്. അപ്പൊ ആദ്യം ബസ് ഇവിടെയാണെങ്കിൽ ഇതിന്റെ 1 kilometer ബേക്കിലാണ് സ്കൂട്ടർ ഉള്ളത്. അപ്പം ഇത് 1 kilometer ആണ്. എന്നിട്ടോ ബസ് മൂവ് ചെയ്ത് എത്രയാ? 10 m/s വെലോസിറ്റിയിൽ ബസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ ബസ് വിത്ത് വാട്ട് സ്പീഡ് ഷുഡ് ദ സ്കൂട്ടറിസ്റ്റ് ചേസ് ടു ബസ്? ഏത് സ്പീഡിൽ പോയാലാണ് ഈ സ്കൂട്ടറിസ്റ്റിന് ബസ്സിനെ ചേസ് ചെയ്യാൻ കഴിയാന്ന്. അപ്പൊ ശ്രദ്ധിച്ച്, ഇവിടെ ബസ്സിന്റെ, അതായത് ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ബസ് ട്രാവൽ ചെയ്യുന്നതിനേക്കാൾ 1 kilometer അധികം ഡിസ്റ്റൻസ് ആര് ട്രാവൽ ചെയ്യണം? സ്കൂട്ടറിസ്റ്റ് ട്രാവൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്കൂട്ടറിസ്റ്റ് പ്ലസ് 1 kilometer. 1 kilometer 1000 meter. ഓക്കെ, അപ്പൊ നമുക്ക് ബസ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ സ്കൂട്ടറിസ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബസ് മൈനസ് 100. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബസ് എങ്ങനെ കാണാം? വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഓഫ് ബസ് 10 ഇൻറ്റു ടൈം എത്രയാ? നമുക്ക് 100.
minus 1000. Okay, bus is moving at a speed of 10 meters per second on a straight road. Scooterist wishes to overtake the bus in 100 seconds. 100 seconds on overtaking the bus 1 kilometer from the scooterist initially. With what speed scooterist chase the bus? ഏത് സ്പീഡ് പോയി കഴിഞ്ഞാലാണ് സ്കൂട്ടറിസ്റ്റിന് ചേസ് ചെയ്യാൻ കഴിയുക? അപ്പം ഇവിടെ നമുക്കറിയാം എന്താണ് ബസ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്, സോറി സ്കൂട്ടറിസ്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് ബസ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് 1000 കേട്ടോ. അതായത് സ്കൂട്ടറിസ്റ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ ബസ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് 1000, ബസ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് 1000. അപ്പൊ എത്ര ടോട്ടൽ സ്കൂട്ടറിസ്റ്റ് എത്ര ട്രാവൽ ചെയ്യണം? 2000 മീറ്റർ ട്രാവൽ ചെയ്യണം. 2000 മീറ്റർ ട്രാവൽ എത്ര സെക്കൻഡ് കൊണ്ടാണ്? 100 സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ വെലോസിറ്റി ആണത്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്കൂട്ടറിസ്റ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 2000 ബൈ ടൈം എത്രയാ? 100. That is equal to 20 meter per second. Option D. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂട്ടറിസ്റ്റിനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ബസ് ഇവിടെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഈ ബസ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൂടി 1 കിലോമീറ്റർ കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുക? സ്കൂട്ടറിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്കൂട്ടർ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബസ് പ്ലസ് ഇനീഷ്യൽ സെപ്പറേഷൻ. അത് ചെയ്തപ്പോൾ 2000 മീറ്റർ കിട്ടി. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിച്ചു. 100 സെക്കൻഡോടാണ് നമുക്ക് ചേസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതും 2009 നീറ്റും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നോക്കിയേ 2008 ചോദിച്ച ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ചെയ്ത് നോക്കിയത്. അപ്പൊ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇറ്റ്സ് ചേഞ്ചസ് ഇറ്റ്സ് വെലോസിറ്റി 10 meter per second to 20 meter per second while passing through a distance of 135 meter. In t second, the value of t is. അപ്പോൾ ടൈം ആണ് കാണേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി 10 ആണ്, ഫൈനൽ വെലോസിറ്റി 20 ആണ്, ഡിസ്പ്ലേസ്മെന്റ് 135 ആണ്. നമുക്ക് എന്തേ കാണേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടൈം. ടൈം കാണണമെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക തന്നെ വേണം. എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കും? ആക്സിലറേഷൻ കണ്ടുപിടിക്കും യുവും വിയും എസ് തന്നിട്ടുണ്ടെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ യു സ്ക്വയർ കൊടുത്താൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു as ഓർ a is equal to v square minus u square by 2s. v എത്രയാ? v 20 square minus u എത്രയാ? 10 square by 2 into 135. 400 minus 100 300 by 270. അപ്പൊ നമുക്ക് കിട്ടും എത്രയാണ്? 10/9 കിട്ടി. ഇതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ 10/9 ആണെങ്കിൽ നമ്മൾ കാണാൻ പറഞ്ഞ എന്താ? വാല്യൂ ഓഫ് ടി. ടി കാണാൻ ഇക്വേഷൻ v is equal to u plus at. v എത്രയാ? 20 equal to u എത്രയാ? 10 plus a 10/9 into t. ഈ 10 കൊടുത്താൽ എന്താ മാറി? 20 minus 10. 10 is equal to 10/9 into t. 10 ഒക്കെ ഇവിടെ 1. അപ്പൊ t is equal to 9 second. ഓപ്ഷൻ നോക്കിയാൽ t is equal to 9 second. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. വി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് 2as എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം എന്ത് ടൈം കണ്ടുപിടിച്ചു? ഏതാ ഇക്വേഷൻ? v is equal to u plus at. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് സെഷൻ അവസാനിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. The distance travel by a particle starting from rest. റെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ u is equal to 0 ആണല്ലോ. with an acceleration a is equal to 4/3. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി പാർട്ടിക്കിൾ 3rd സെക്കൻഡ്. മൂന്നാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് nth സെക്കൻഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു a/2. നമ്മൾ നേരത്തെ എഴുതിയതാണ്. u എത്രയാണ്? 0 പ്ലസ് 2 ഇൻറ്റു n എത്രയാ? 3 മൈനസ് 1 ഇൻറ്റു a ന്റെ സ്ഥാനത്ത് 4/3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 5 ഇൻറ്റു 4/3/2. 2 2 കട്ട് ചെയ്താൽ ദാറ്റ് ഈസ് 5 into 10/3. So the third displacement, the third second is 10/3. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ശ്രദ്ധിച്ച് നോക്കുക. ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. വെറൈറ്റി ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നമ്മൾ നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഏതോ ക്വസ്റ്റ്യൻസ് ആ ചെയ്തത്. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? സ്ലോപ്പ് കണ്ടുപിടിച്ചു, വെലോസിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോൾ 1 is to √3 കിട്ടി.
രണ്ടാമത്തതോ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് റേഷ്യോ 1:3:5:7. തേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതും നമുക്ക് എല്ലാം ഗിവൺ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് H is equal to 300 കിട്ടി. ഇങ്ങനെ ഇത് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് അറിയാവുന്ന വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയേ, ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇത് ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ ലൈവ് നോക്കുക, എന്നിട്ട് ക്ലിയർ ആയിട്ട് ഒന്നെങ്കിലും ഒന്ന് ബാക്ക് അടിച്ച് ക്ലിയർ ആയിട്ട് കണ്ടു തീർക്കുക. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത ചാപ്റ്ററുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ബൈ.